മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മോഹൻലാൽ പറയുന്ന വാക്കുകൾ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് വയ്യാതിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ആശുപത്രിയിൽ പോയി എന്ന് എല്ലാവരും ചോദിക്കുന്നു. അതിലെന്താണ് കുഴപ്പമെന്നാണ് തിരിച്ച് മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാൽ ചോദിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയം, എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത സമയം എൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തിയ വ്യക്തിയാണ് മമ്മൂട്ടി എന്ന ആരും അറിയാത്ത കാര്യം മോഹൻലാൽ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് അത് അന്ന് ആരും അറിഞ്ഞില്ല. കാരണം എൻ്റെ അമ്മയായിരുന്നു ആശുപത്രിയിലുണ്ടായിരുന്നത്. എല്ലാവരെയും ഞാൻ വിളിച്ചു നോക്കി, എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചു നോക്കി. എന്നാൽ ആർക്കും ആ സമയത്ത് എത്താൻ പറ്റിയില്ല. തിരക്കുണ്ടായിട്ടും കൊച്ചിയിലുണ്ടായിരുന്ന മമ്മൂട്ടിയായിരുന്നു അന്ന് മോഹൻലാലിൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തിയിരുന്നത്. ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടാകും. എനിക്കത് തിരിച്ചു വീട്ടാൻ പറ്റുന്ന സമയം അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്. എൻ്റെ സ്നേഹമാണ് ഞാൻ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് വയ്യെങ്കിൽ ഞാൻ ആശുപത്രിയിൽ കൂടെ നിൽക്കും. അത് എനിക്ക് പറ്റുന്ന അവസ്ഥയിൽ വരെ നിൽക്കും. എനിക്ക് സിനിമ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടവേളകളിൽ ഞാൻ നിൽക്കും. എനിക്ക് പറ്റാത്തപ്പോൾ ഞാൻ സുചിത്രയെ നിർത്തും. ഇതിലെന്താണ് ഇത്ര പ്രശ്നം? സുഹൃത്തുക്കളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അത് ഞാൻ ചെയ്താൽ ഇപ്പോൾ വാർത്തയാകുന്നത് എന്തിനാണ്? ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നത്. പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയണം. പ്രേക്ഷകരുടെ വാർത്തയും ഇത് തന്നെയാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് എന്നുകൂടി പറയണം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വാർത്ത ഒരുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ഇരുവരും സുഹൃത്തുക്കളാണ്. എന്നാൽ ഇരുവരുടെയും ആരാധകർ തമ്മിൽ ഇപ്പോഴും വഴക്കാണ്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വലിയ ഫാൻ ഫൈറ്റ് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ വഴക്കും ബഹളവും. എന്നാൽ ഇവർ തമ്മിലുള്ള സൗഹൃദം അത്രമേൽ അടുപ്പമുള്ളതാണ് എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് മോഹൻലാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിൻ്റെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്. വ്യക്തിപരമായ എല്ലാ സുഖദുഃഖങ്ങളിലും മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു സ്നേഹ സാന്നിധ്യമായി എനിക്കും എൻ്റെ കുടുംബത്തിനോടൊപ്പം നിന്നിട്ടുണ്ട്. എൻ്റെ മകൾ വിസ്മയുടെ കാവ്യ പുസ്തകം ഇറങ്ങിയപ്പോൾ അതേക്കുറിച്ച് മമ്മൂട്ടിയുടെ മകൻ എഴുതിയ കുറിപ്പേറെ സന്തോഷത്തോടെ ഞങ്ങൾ വായിച്ചു. ചാലുച്ചേട്ടൻ എന്ന് പറഞ്ഞാണ് ദുൽഖർ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നതെന്ന് എൻ്റെ ഓർമ്മ. ഇതിൽ കൂടുതൽ എന്താണ് തലമുറയ്ക്ക് പ്രവഹിക്കുന്നത്? സ്നേഹബന്ധത്തിൻ്റെ തെളിവായി തന്നെയാണ് ഞങ്ങളത് ജീവിക്കുന്നതും അതിജീവിക്കുന്നതും. ഞങ്ങളുടെ ഇടയിൽ ഇത്തരത്തിൽ സൗഹൃദവും ബന്ധമൊന്നും ഞങ്ങൾ പുറമെ പറയാറില്ല. പ്രേക്ഷകർക്കൊക്കെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന് ആശുപത്രിയിൽ അരികിൽ കൂടിയിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹം എൻ്റെ സഹോദര തുല്യൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇരിക്കും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അതിലൊന്നും വലിയ തെറ്റില്ല. അതിലൊന്നും കൂടുതലൊന്നും കണ്ടെത്താനുമില്ല എന്ന് നടൻ മോഹൻലാൽ എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.